ഞാൻ പൂരി ഉണ്ടാക്കാനാണ് സൺഡേ ഇപ്പോൾ പൂരിയും ചിക്കനും കൂടി വെക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് അതിൽ ചേർത്ത് ഒരു 3 ഗ്ലാസ് ഗോതമ്പ് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്തിട്ട് 1 മണിക്കൂർ എടുത്ത് വെച്ചതാണ്. അങ്ങനെ ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് ഞാനിങ്ങനെ ഇട്ടൊക്കെയാണ് ഓരോന്ന്. അപ്പോൾ നന്നായി കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ല രസമുള്ള പൂരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെള്ളം വെളിച്ചെണ്ണ ആക്കാൻ വെച്ചിട്ട് അത് നന്നായി തിളച്ചിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇടാം ഓരോന്നായിട്ട്. ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം എടുത്തിട്ട് നമുക്ക് പൂരി വേഗം ഉണ്ടാക്കിയിടാം. ഒത്തി പിടിക്കാണ്ട് കിട്ടണം. ഞാൻ ഓരോന്നോരോന്നതിലേക്ക് ഇടാൻ പോവാണ്. നല്ല പോളം വന്നിട്ടുള്ള പൂരി നമുക്ക് കിട്ടും. അത് കുറച്ച് നേരം നന്നായി കുഴച്ചിട്ട് നമ്മൾ കുറച്ച് നേരം, ഞാൻ ചൂടുവെള്ളത്തിലും നല്ല കേട്ടോ, പച്ചവെള്ളത്തിൽ ഉപ്പിട്ട് ഗോതമ്പ് പൊടി ഒരു 3 ഗ്ലാസ് ഇട്ട് നന്നായി കുഴച്ച് ഒരു 1-1.5 മണിക്കൂർ ഞാനത് മാറ്റി വെച്ചതാണ്, മൂടി വെച്ചതാണ്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിൽ വെച്ച് നന്നായി ഇതാക്കി വെച്ചതാണ്. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് ഉണ്ടാക്കി വെച്ച്. അപ്പോൾ പൂരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗം എടുത്തിട്ട് വേണ്ട. അന്നേരം നമ്മൾ ഉണ്ടാക്കാൻ പോയാൽ നമുക്ക് പറ്റില്ല. പ്രത്യേകിച്ച് എനിക്ക് പറ്റില്ല, ഞാനെല്ലാം പിടിക്കണം, ഞാനെല്ലാം ചെയ്യണം. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ പൂരി ഉണ്ടാക്കി പിന്നെ ഒരു ചിക്കൻ കറി കൂടി വയ്ക്കാം. ഇന്നത്തെ കാര്യം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൂന് പൂരി വലിയ ഇഷ്ടമാണ്. ചപ്പാത്തി ആണെങ്കിൽ നോട്ടല്ല, അതത്ര അതിൽ ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടായി. പൂരിയാണെങ്കിൽ കഴിച്ചോ. അപ്പം പൂരി ഒക്കെയാണ് ഇഷ്ടം. നായി മുരിഞ്ഞിട്ട് പോളം വന്നിട്ട് നമ്മൾ എടുത്തിട്ടാൽ മതി. പൂരി ഉണ്ടാക്കുമ്പോൾ കുറെ പൊടി അത് നല്ലതല്ല, എണ്ണ നിൽക്കാൻ നല്ലത്. കാരണം വെളിച്ചെണ്ണ മുഴുവൻ കരിഞ്ഞ് അങ്ങനെയൊന്നും ആവില്ല. അപ്പം ഇതാവുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ട്, നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കും വെളിച്ചെണ്ണ. ആ വെളിച്ചെണ്ണയിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് ചെയ്യണമെങ്കിലും ചെയ്യാം. വെളിച്ചെണ്ണ കുറച്ച് ആവണേറ്റ് മുമ്പ് ഇട്ടു എന്നൊരു സംശയം. നമുക്ക് കുറച്ചധികം നേരം പിടിക്കണേ. അല്ലാണ്ട നല്ല പോളം വന്നിട്ടുള്ള പൂരിയാണ്. ഇത് അടുത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരെണ്ണം വെച്ചെടുക്കാന്ന് വെച്ചാൽ നമുക്കതിങ്ങനെ വാലാൻ വെക്കാൻ മതി. വെളിച്ചെണ്ണ അതിലേക്ക് തന്നെ വെക്കോളും. അപ്പൊ അടുത്തത് അതിൻ്റെ പൊടിയും ചെയ്യാം. കുഴക്കണതൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം ഞാൻ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം എനിക്ക് അതുകൊണ്ടാണ് ഇത് കാണിക്കാനുള്ളത്. നല്ല പൂരിയായിട്ട് കിട്ടും. ചിക്കൻ കറിയും പൂരിയും നല്ല കോമ്പിനേഷനാണ്.
അപ്പം നമുക്കത് അങ്ങനെ എല്ലാതും ആക്കിയെടുക്കാം. അതാണ് ഞാൻ ഉണ്ടാക്കി വെച്ച പൂരി. വളരെ നല്ല മൊരിഞ്ഞ് നല്ല പൂരിയാണ്. അപ്പോൾ നമ്മളുടെ കുഴക്കണേലും അതൊക്കെ വലിയതാണ്. നമ്മൾ എടുത്തു വയ്ക്കുന്ന മാവ്. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിരിക്കണം. അപ്പം ഉണ്ടാക്കുമ്പോഴാണ് ഇങ്ങനെ പോളകളൊക്കെ വരാണ്ട. നല്ല പോള വന്നിട്ടുള്ള പൂരിയാണ്. എല്ലാതും നല്ല രസമായിട്ട് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കൂട്ടിയാണ് നമുക്ക് കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സബോള ഇട്ട് കൊടുക്കാം. അതൊരു പകുതി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിൽ വെളുത്തുള്ളി ഇട്ട് വേണം. വെളുത്തുള്ളിയൊക്കെ ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുള്ളിൽ ചുമന്നുള്ളി ഈ സബോള ഒരു പകുതി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചുമന്നുള്ളി ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു 10-15 ചുവന്നുള്ളി ഇട്ടുണ്ട്. ചുവന്നുള്ളി നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അത് നമുക്ക് എടുക്കാം. പിന്നെ ഒരു 1.25 കിലോ ചിക്കൻ ഉണ്ട് നമുക്ക് വയ്ക്കാനുള്ളതാണ്. സബോള ഞാൻ 2 എടുത്തിട്ടുണ്ട്. അത് നന്നായി ഞാൻ ഒരിക്കല പോലെയാക്കുക. അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ്. പിന്നെ എടുത്തുള്ളത് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അത് ഞാൻ ഇതിൽ തക്കാളി പേസ്റ്റ്, ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കുറച്ച് വേപ്പില, അതൊക്കെ ചതച്ചതാണ്. ഇത് പുതിന മല്ലിയില. ഇതാണ് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ. ഇതൊന്ന് നന്നായി വഴന്ന് വരട്ടെ. നമുക്ക് പൂരി കൂട്ടി കഴിക്കാനുള്ളതാണ്. പൂരിക്ക് നമ്മൾ എടുക്കുന്നത് ചിക്കനാണ്. അപ്പോൾ സബോള ഒരു പകുതി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എനിക്ക് ചുവന്നുള്ളി ഇടാം. ഒന്നുകൂടി നന്നായി മതിയാവും. ചുമന്നുള്ളി ഇടുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ്. ചുമന്നുള്ളി എപ്പോഴും കുറച്ച് നമ്മളെ ബീഫിലേക്ക് ഇത്തിരി അധികം ഇടണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇത് അത്ര ഇടണമെന്നില്ല, എന്നാലും കുറച്ചുള്ള ഒരു 10-12 ഉള്ളി ഞാൻ എടുക്കുന്നുണ്ട്. ഭയങ്കര വലിപ്പമുള്ളതല്ല, എന്നാലും ഒരു മീഡിയം ടൈപ്പ് ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതും ഇപ്പോൾ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ കൂടി ചതച്ചാണ് ഞാൻ. അങ്ങനെ ഒന്ന് ചതച്ചിട്ടാൽ കേട്ടോ, വല്ലാണ്ട് അരച്ച പോലെയാണ്. നമ്മൾ തക്കാളി നന്നായി ജ്യൂസ് പോലെയാക്കിയിട്ട് അതുപോലെ ആക്കണ്ട, ഒന്ന് ചതച്ചെടുക്കാൻ നന്നായി വഴന്ന് വരട്ടെ. നമ്മൾ ഇഞ്ചിയൊക്കെ ഇടുന്നതാണ് നമ്മൾ ഇളക്കാൻ കൊടുക്കണം, കാരണം അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഒരുവിധം നന്നായി എല്ലാതും ഒരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് തക്കാളി എടുക്കാം. തക്കാളി ഞാൻ ജ്യൂസാക്കി എടുത്താണ്, അരിഞ്ഞിട്ടാലും മതി. ഞാൻ അപ്പോൾ അതിൽ ജ്യൂസാക്കിയിട്ട് എടുത്താണ്, എനിക്കിത് കിട്ടാനുണ്ട്. ജ്യൂസാക്കി എടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായി അതിൻ്റെ പച്ചക്കുത്തി പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒരുവിധം ഞാൻ ജ്യൂസാക്കി എടുക്കാറുള്ളത് പെട്ടെന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളാണ് ഉണ്ട്. പൊടികളെന്ന് പറയുമ്പോൾ അതിൽ
1/2 ടീസ്പൂണ് അല്ല ഒരു 3/4 ടീസ്പൂണ് സാദാ മുളക് പൊടി, ഒരു ഫുള്ള് സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു വലിയ ടീസ്പൂണ് മല്ലിപ്പൊടി. അത് ഞാനിപ്പോൾ ആദ്യം ഇതിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു 3/4 ടീസ്പൂണ് മസാല. അത് ഞാൻ പൊടിച്ച മസാലയാണ് കേട്ടോ. ഒരു വലിയ ടീസ്പൂണിൻ്റെ 3/4. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ഉലുവപ്പൊടി. അതുണ്ട്. ഉലുവ ഒരു ചെറുത് ചേർക്കുന്നത് കറക്റ്റൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ ഇളക്കി എടുക്കാം. ഇളക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു സ്വല്പം ചേർക്കുക. ഒരു 1/2 സ്പൂൺ ചേർത്ത് വയ്ക്കാൻ മതി. 1/2 സ്പൂൺ ഒഴിക്കുക. ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയുണ്ട്. അത് നമ്മളൊരു കിച്ചപ്പൊന്നും ചേർക്കണില്ല, അങ്ങനത്തെ ഇതൊന്നുമില്ല. അപ്പോൾ അതിന് ബെസ്റ്റാണ് ഒരു ലേശം ചേർത്ത് ഒഴിക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ വെച്ചാലും മതി. ഒഴിച്ചിട്ട് അതിലൊരു സ്വല്പം മധുരം ഇടുക. സ്വല്പം ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടാൽ അതിലിട്ടിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് കോഴി എടുത്തിടാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് വേപ്പില അതിലേക്ക് ഇടാം. നമുക്കിതിലേക്ക് കാച്ചൽ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ അതിനെല്ലാം ചേർത്തുന്നത് കോഴി അരച്ചിട്ടിട്ട് നന്നായി ഇളക്കിയതാണത്. അപ്പോൾ ഇത് തീരെ വെള്ളമില്ലാതെ, വെള്ളം അതിൽ വേണ്ട, വെള്ളം വരും. അങ്ങനെ മൂടിയിട്ടിട്ട് ചെറുതിയിലിട്ടിട്ട്, ഒരു വലിയ ചെറുതിയല്ല, ഒരു മീഡിയത്തിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിൽ തന്നെ വെള്ളം വന്നു കുറച്ച്. ഇതെല്ലാം ചേർത്തിട്ടാണ് നമുക്ക് ശരിയാക്കി എടുക്കാം. വേണ്ട, അതിൽ വെള്ളമൊക്കെ ഉണ്ട്. നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ വെച്ചാണ്. അപ്പം അതൊക്കെ നമുക്കറിയാം, ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ ഇത്തിരി കുറുതായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. കാരണം നമുക്കൊന്ന് പൂരി കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ഇതായിട്ടുണ്ട്. നമുക്ക് പുതിന മല്ലിയിലയിലിടാം. പുതിന മല്ലിയിലൊക്കെ ചേർത്ത് ഇതാണ് ഇന്നത്തെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി. ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നാളെ വേറൊരു കറിയായിട്ട് നമുക്ക് കാണാം. ബൈ.